ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കരങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല, കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല, കരുതുന്ന
സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയം പ്രത്യാശയം, അവനിൽ ഞാൻ ദിനം ചാരിടും, കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ഉപമകളാണ് നാം നാളുകളായി ധ്യാനിച്ചു വരുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അത്തിവൃക്ഷത്തിന്റെ ഉപമയാണ്. ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. സാധാരണ അത്തി വളരുന്നത് വഴിയരികിലും അതുപോലെ തന്നെ വേലി ഇറമ്പുകളിലുമാണ്. പ്രത്യേകിച്ച് അങ്ങനെ നട്ട് സംരക്ഷിച്ച് നനച്ച് വളമിട്ട് വളർത്തുന്ന ഒരു വൃക്ഷമല്ല അത്തി എന്ന് പറയുന്നത്. അത് വീണ് മുളയ്ക്കുന്നതാണ്. അത് ഏതെങ്കിലും റോഡ് സൈഡിലെ സാധാരണ കാണുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേലിയുടെ മൂലക്കിലോ എവിടെയെങ്കിലും അങ്ങനെ കാണും. കാരണം അതിനൊത്തിരി സ്ഥലം വേണം. അതിൻ്റെ ഗ്രോത്ത് ഫോം തന്നെ, അതിൻ്റെ ആകാരം, അതിങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ വളരെ മനോഹരമാണ്. നല്ല വിശാലമായിരിക്കുന്ന ശിഖരങ്ങളും വലിയ ശിഖരങ്ങളും നല്ല വിസ്താരമുള്ളതായ ഇലകളുമാണ്. നല്ല പച്ച ഇലകൾ, നല്ല തണൽ കിട്ടും. നദനയിലുമൊക്കെ അതിൻ്റെ എല്ലാ വീടിൻ്റെയും മുമ്പിൽ സാറിന് കാണും, തണൽ അണച്ചവിടെ ഇരിക്കാൻ വളരെ സുഖമാണ്. എന്നാൽ ഇവിടെ പറയുന്ന സാധാരണ അത്തി അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംരക്ഷണവും പരിപാലനവും ഒന്നും കൊടുത്ത് പരിഗണന കൊടുത്ത് വളർത്തുന്ന ഒരു വൃക്ഷമല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തി ഉണ്ടായിരുന്നു. ഏതോ ഒരു പ്രത്യേക തരം അത്തിയാണ്. വിശേഷമായിരിക്കുന്ന ഫലമുള്ളതാണോ അറിയാൻ വയ്യ. ഏതായാലും നട്ടത് എവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയുടെ ഇടയ്ക്കാണ് നട്ടിരിക്കുന്നത്. എപ്പോഴും കിളച്ച് നനച്ച് വളമിട്ട് നല്ല പരിരക്ഷ നൽകുന്ന, പ്രത്യേക പരിഗണന നൽകുന്ന, നട്ടു വളർത്തിയതായ ഒരത്തിയാണിത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യഹൂദന്മാരെ കുറിച്ചാണ് അത് പറഞ്ഞതെങ്കിലും നമുക്ക് നമ്മളെ കുറിച്ച് അത് ചിന്തിച്ചാൽ മതി. ഇവിടെ ദൈവമക്കളാണ് വാസ്തവത്തിൽ, ഈ സഭയാണ് തോട്ടം എന്ന് പറയുന്നത്. അത്തി എന്ന് പറയുന്നത് ഞാനാണ്. തോട്ടക്കാരെന്ന് പറയുന്ന യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. ആ 3 കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനകത്ത് നട്ടിരിക്കുന്നതായ അത്തി എന്ന് പറയുന്ന ഓരോ വിശ്വാസിയുമാണ്. ആ തോട്ടം എന്ന് പറയുന്നത് സഭയാണ്, വിശ്വാസികളുടെ സമൂഹമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഏതെങ്കിലും ഒരു വിത്ത് പറന്ന് വീണ് വന്ന് മുളച്ചതല്ല. അത് കുഴിയെടുത്ത് തടമെടുത്ത് വളമിട്ട് നട്ടു വളർത്തിയതാണ്. വലിയ പ്രത്യേക പരിഗണന കൊടുത്ത് വലിയ പ്രതീക്ഷയിൽ വളർത്തിക്കൊണ്ടുവന്നതായ ഒരു അതിവൃക്ഷമാണ്. നമുക്കും അങ്ങനെയല്ലേ വാസ്തവത്തിൽ? എന്തെല്ലാം തരത്തിലുള്ള സംരക്ഷണം ദൈവം നമുക്ക് തന്നു. ഏതെല്ലാം ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു. പ്രസവത്തോടു കൂടി തന്നെ ചിലപ്പോൾ മരിച്ചു പോകാമായിരുന്നു. ഇത്രയും ബുദ്ധിയും സുബോധവും എല്ലാം തന്നു. പഠിക്കാൻ സാധിച്ചു. ഇതുവരെ ജയം തന്നു, ആരോഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം.
കണ്ണുകാഴ്ച തന്നു, നടക്കാനുള്ളതായ ബലം തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എന്നെ ഇത്രത്തോളം കൊണ്ടുവരാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ദാവീദ് പറയുന്നത് പോലെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. വലിയ പരാതി. ഒരാൾ പറഞ്ഞു, എല്ലാവർക്കും ചെരുപ്പുണ്ട്, എനിക്ക് ആകെ ഒരു ജോഡി ചെരുപ്പുള്ളൂ, എനിക്ക് വലിയ നല്ലതായ ഒരു ഷൂവും കൂടെ വേണമെന്ന് പറഞ്ഞ് ഒരു കൊച്ചൻ ഒത്തിരി ബഹളം ഉണ്ടാക്കി. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മാതാക്കന്മാരത് വാങ്ങിച്ചു കൊടുക്കാതിരുന്നത്. ആ കൊച്ചൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായില്ല ചെറുപ്പക്കാരന്. ഒത്തിരി വാശിയും വഴക്കും എല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അന്ന് വാശി പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ അദ്ദേഹം കണ്ടതായിരിക്കുന്ന ഒരു കാഴ്ച, ഈ ഒരു രണ്ട് കാലുമില്ലാത്തവർ ഒരു ഏതാണ്ട് ഒരു ടയറിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം ഇങ്ങനെ പുറകെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് നിലത്തോടെ ഇങ്ങനെ നിരങ്ങി പോണത്. ആ കൊച്ചൻ അത് കുറേ നേരം നോക്കി നിന്നു. അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. നടന്ന കാര്യം നമ്മൾ പറയുന്നു. ഞാൻ പറയുന്നത്, ഞാൻ നല്ല ഷൂവിൽ എനിക്കൊരു ജോഡിയുണ്ട്, നല്ല ഷൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബഹളം ഉണ്ടാക്കി. എന്നാൽ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഇത് മതി കർത്താവേ, എനിക്ക് ഷൂ നല്ലതില്ലെങ്കിലും കാലുണ്ടല്ലോ. ദൈവമക്കളെ, ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രത്തോളം യഹോവ കൊണ്ടുവന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണത്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അത് നന്നായി സംരക്ഷിച്ച് വളർത്തി. എന്തിനാ വളർത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാ ഒരു അത്തിവൃക്ഷം നട്ട് വളർത്തുന്നത്? അത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടല്ല, ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താൻ. ഒരു വേദനയായിപ്പോയി. എന്തുമാത്രം ഭക്ഷണം നിങ്ങൾക്ക് ദൈവം തന്നു, എന്തുമാത്രം വസ്ത്രം തന്നു. തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കരയറ്റാതിരിക്കുന്നതാണ് തരാനുള്ള അനുഗ്രഹങ്ങളെ തടുക്കുന്നത്. ദൈവത്തെ ഒരു ഉരുള ചോറുണ്ടെങ്കിൽ നന്ദി പറഞ്ഞോളണം. ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാൻറ് എടുത്തിട്ടുണ്ടെങ്കിൽ നന്ദി ഉണ്ടായിരിക്കും. ഇരട്ടി അമർത്തിക്കുലുക്കി നിങ്ങൾക്ക് തരും. അത്രയും തന്നു വളർത്തിയതിന് ശേഷം ദൈവത്തിന് സ്തോത്രം. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, ചില ഫലങ്ങൾ, സൽസ്വഭാവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാശീലം, പഠിച്ചു ഉയരാനുള്ളതായിരിക്കുന്ന ഹാർഡ് വർക്കിനുള്ളതായ മനസ്സ്, മാതാപിതാക്കന്മാരെ അനുസരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് ഗലാത്യർ 5:22 നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഗലാത്യർ 5:22 ആത്മാവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദൈവവും പരോപകാരവുമെല്ലാം. അത് നമ്മളിൽ നിന്ന് കായ്ക്കുന്നത് കണ്ട് അനുഭവിക്കാൻ ദൈവം വരികയാണ്. ദൈവത്തിന് പറിച്ചു കൊടുക്കാനല്ല, ദൈവത്തിന് പറിച്ച് രുചിക്കാനാണത്. ഈ യജമാനൻ അത് ഫലം അന്വേഷിച്ചു തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരരുത്. ഫലം കായ്ക്കാത്തൊരു വൃക്ഷമായിട്ട് നിൽക്കാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയണം. പ്രകൃതി മാറുകയാണ്. ഇതുവരെ നട്ട് നനച്ച് വളമിട്ട് വളർത്തിക്കൊണ്ട് വന്നു. നിങ്ങളെ ബാല്യം മുതൽ ഇതുവരെ കൊണ്ടുവന്നത് ഒന്ന് കരുതി നോക്കിയ ദൈവമക്കളെ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന് എന്താ തിരിച്ചു കൊടുത്ത? കോപമോ, അശുദ്ധിയോ, പ്രേമമോ, കഞ്ചാവോ, വാശിയോ, അലസതയോ, ബ്ലൂ ഫിലിമോ? ഒരിക്കലും ചെയ്യരുത്. വെട്ടിക്കളയും, ഭാവി നശിച്ചുപോകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ 3 വർഷമായി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോൾ ആ അത്തിക്ക് ചുരുങ്ങിയത് 7 വർഷമെങ്കിലും പ്രായമായി കാണും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ 3 സംവത്സരമായി. കാരണം 4-ാം വർഷമേ അത്തി ഫലം കായ്ച്ച് അത് ഈൽഡ് ഉണ്ടാകുകയുള്ളൂ. 4-ാം വർഷം. ദൈവത്തിന് സ്തോത്രം. 4-ാം വർഷത്തിലാണ് സാധാരണ അത്തി കായ്ക്കുന്നത്, ഇപ്പൊ കായ്ച്ചു തുടങ്ങുന്നത്. അത് പഴയ നിയമത്തിലെല്ലാം ഉണ്ട്, ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
പിന്നെ 3 വർഷം നോക്കി. അപ്പൊ 4 വർഷം കഴിഞ്ഞ് 5, 6, 7 വർഷമായിട്ടൊന്ന് കായ്ക്കാനായിട്ട് കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇനി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, 5 വർഷമല്ല, 6 വർഷം, 7ാമത്തെ വർഷവും ചുരുങ്ങിയത് ഞാൻ നോക്കിയിട്ട് അതിൽ നിന്ന് എനിക്കൊന്ന് മധുരം രുചിക്കാൻ തക്കോണം. ഒരു സൽസ്വഭാവം കായ്ക്കാത്ത ഒരു അത്തിവൃക്ഷമാണല്ലോ. എങ്ങനെ ഞാൻ പോറ്റി താലോലിച്ച് ദൈവത്തിന് നട്ട് ഒരു പ്രത്യേക പരിഗണന നൽകി വളർത്തിക്കൊണ്ട് വന്നതാണ്. ഇനി നിർത്തണ്ട, വെട്ടിക്കളയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിഷ്ഫലം. ഞാനീ പറയുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധ വെച്ച് കേട്ടെ. ഫ്രൂട്ട്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ. ഫലമില്ല എങ്കിൽ നാശം. അത് വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ലൂക്കോസ് 3:9, മത്തായി 3:10 വായിച്ച്. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞ? 3, മത്തായി 3:10 വായിച്ച്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. കേട്ടോ നിങ്ങളെല്ലാവരും? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതല്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കത്തിച്ചു കളയും. ലൂക്കോസ് 3:9 എന്നാണ് പറയുന്നത്. ലൂക്കോസ് 3:9. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. കർത്താവായ യേശുവിന്റെ നാവിൽ നിന്ന് വന്നതാ. സീമാച്ചാർ പറഞ്ഞതല്ല. എല്ലാരും ഞെട്ടല്ലോ എന്ന് കേട്ടേ. അത് ബാധകമാണ് നിങ്ങൾക്ക്. ദൈവത്തിൽ നിന്ന് കരുണയും കൃപയും അനുഗ്രഹവും സമ്പത്തും ആരോഗ്യവും വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും നന്മകളും അനുഭവിച്ച് വളർന്നു വന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് തന്ന് വളർത്തിയതായിരിക്കുന്ന ദൈവത്തിന് മധുരഫലം കായ്ക്കാൻ തക്കവണ്ണം നിങ്ങൾ മുഖാന്തരമായില്ല എങ്കിൽ വെറുതെ വിടില്ല. വൃക്ഷത്തിന് ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. അത് വെട്ടും, അത് ഉണങ്ങും, ആവക ചേർത്ത് തീയിലിടും, അത് വെന്തുപോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വളരെ വ്യക്തമായി, കർത്താവ് തന്റെ ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ നടന്നു പോവുകയാണ്. കർത്താവിന് വിശന്നു. കർത്താവിന് വലിയ ഭക്ഷണശാലയൊന്നുമില്ലല്ലോ, കാശ് കൊടുത്ത് തിന്നാൻ തക്കവണ്ണം പണമൊന്നുമില്ലല്ലോ. വിശന്ന് നോക്കിയപ്പോൾ ഒരു നല്ല അത്തിവൃക്ഷം റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. നല്ല അത്തിവൃക്ഷം. ഞാൻ അതിൽ ചെന്ന് 2 അത്തിവൃക്ഷം എൻ്റെ വിശപ്പടക്കാനൊന്ന് പറിച്ച് തിന്നിട്ട് വരാം. കർത്താവ് അങ്ങോട്ട് അടുത്ത് ചെന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല ഇലയൊക്കെ ഉണ്ട്. വില അത്തിക്ക കാണുമെന്നാണ് ധരിച്ചത്. അത്തിക്കൊരു പ്രത്യേകത ഉണ്ട്. കായ്ക്കുന്ന 3 സീസൺസ് ഉണ്ട് സാധാരണ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. മെയിനായിട്ട് കായ്ക്കുന്നുണ്ട്, സാധാരണ ഗതിയിലുണ്ട്, കുറച്ചായിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷേ അത്തി പ്രധാനമായിട്ടും 3 സമയത്ത് അത്തി പഴം കാണുമെങ്കിലും ഒരു അത്തിപ്പഴമെങ്കിലും ഇല്ലാത്തതായ ഒരു അത്തിയും ഒരു സമയത്തും ഉണ്ടാകുകയില്ല. എപ്പോഴും എവിടെയെങ്കിലും അത്തിപ്പഴം അത്യാവശ്യം കാണും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് ചെന്നു. അത്തിവൃക്ഷത്തിൻ്റെ കാലമൊന്നും അല്ലെങ്കിലും ഫലം അത്യാവശ്യം കാണുമല്ലോ എന്ന് ധരിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, കണ്ടില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? മത്തായി 21 എടുത്ത് മത്തായി 21:18-19 മാത്രം വായിച്ചു. മത്തായി 21:18-19. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. കേട്ടോ നിങ്ങള്? കേട്ടോ? എന്റെ ദൈവം, ഞാൻ ഞെട്ടലോടെ ഈ കാര്യം പറഞ്ഞ പിള്ളേർക്ക് എന്റെ ഗൗരവം മനസ്സിലാവുന്നെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഉഴപ്പിപ്പോയി എന്നിട്ട് പറഞ്ഞ പോരാ. ഉടമസ്ഥന് വഹിക്കില്ല അത്. ദൈവത്തിന് ചോറ് തന്നവൻ വളർത്തിയവൻ വഹിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പക്ഷേ നിങ്ങൾ പലരും ഫലം കായ്ച്ചില്ല, ഉണങ്ങിപ്പോകുന്ന മാത്രമല്ല. യേശയ്യ 5 വേഗം എടുത്ത്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതലല്ലേ? യേശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു.
അവൻ അതിന് വേലി കെട്ടി അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. വളരെ ആവലോടെ പോറ്റി പുലർത്തി നട്ടു വളർത്തിയതാണ്. പക്ഷേ മുന്തിരിങ്ങ കായ്ക്കും. അത് കായ്ക്കുമ്പോഴേക്കും അതിന്റെ വീഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അത് ആട്ടാനുള്ളതായിരിക്കുന്ന ചക്കും എല്ലാം നാട്ടി കഴിഞ്ഞു. വേലിയെല്ലാം കിട്ടി സംരക്ഷണം നൽകി കഴിഞ്ഞു. പക്ഷെ അടുത്ത വാക്ക് ഞെട്ടിപ്പിക്കുന്ന വാക്കാ വായിച്ച്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കേട്ടോ നിങ്ങളെല്ലാവരും? കുഞ്ഞുങ്ങൾക്ക് ഇതൊരു സാധന പാഠമാണ്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. നല്ലവനായ ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപമെല്ലാം കുഞ്ഞുങ്ങളെ വന്നോ? ശാപം വരുത്തി വയ്ക്കരുത്. ദൈവത്തിൽ നന്മകൾ അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിന് മധുരഫലം തിന്മാൻ കൊടുക്കണം, രുചിക്കാൻ കൊടുക്കണം. വലിയവരും ചെറിയവരും അല്ല. ഞാനും പ്രാർത്ഥിക്കുന്ന വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന മകനായി നിർത്തണമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഉറപ്പായി വെട്ടിക്കളയും. പക്ഷേ അവിടെ ഒരു നല്ല ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നുണ്ട്. നിലത്തെ നിർഫലമാക്കുന്നത് എന്തിന്? വെറുതെ വളവും വെള്ളമെല്ലാം വലിച്ചെടുക്കുന്നു. മറ്റുള്ളവർക്ക് കിട്ടേണ്ടതായിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തട്ടിപ്പറിച്ചെടുക്കുകയാണ്. കരുത്തോടെ വളരുന്ന ഒരു അത്തിയാണ്. അപ്പുറം ഇപ്പുറം എല്ലാം നല്ല മുന്തിരി നിപ്പുണ്ട്. അതിന്റെ വളവും വെള്ളമെല്ലാം വലിച്ചെടുക്കും, കായ്ക്കണമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു കാര്യം, കർത്താവേ ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം. വെട്ടിക്കളഞ്ഞില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹങ്ങൾ തടഞ്ഞില്ലല്ലോ. ദൈവമക്കളെ, ഒരു ചാൻസ് നിങ്ങൾക്ക് തരിക. ഞാൻ ആ വാക്ക് നിങ്ങളോട് പറയാം. മൈ സ്വീറ്റ് ജീസസ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. എന്റെ പ്രാണപ്രിയനായ യേശു ഒരു രണ്ടാമത് അവസരം തരുന്നതിനാണ്. മേലാൽ കായ്ക്കണം. കോടാരി വെച്ചിരിക്കുന്നത് ദൈവമെന്ന് തിരിച്ചെടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിനിവക്കാരോട് പറഞ്ഞു 40 ദിവസങ്ങൾക്ക് അവധി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. യോനായുടെ പുസ്തകത്തിൽ 40 ദിവസം നിങ്ങൾക്ക് അവധി തരികയാണ്. മനസാന്തരപ്പെട്ടുകൊള്ളണം, അല്ലെങ്കിൽ ഈ നിനവ പട്ടണം ഉന്മൂലമാകും, തരിപ്പണമായി പോകും. വചനം കേട്ടു, രട്ടിലും വെണ്ണീരിലും ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് പിന്മാറി. എൻ്റെ ഒരു കൊതിയും ആഗ്രഹവും പ്രാർത്ഥനയും അതാണ്. വെട്ടിക്കളയുവാൻ നോക്കണം. ജീവിതത്തിൽ തെറ്റുപറ്റിയവർ അനേകർ വന്നിട്ടില്ലേ, കുഞ്ഞുങ്ങളും മറ്റുള്ളവരും എല്ലാം. ഞാനും മാറിയുന്നുണ്ടല്ലോ പറഞ്ഞത്. ദൈവത്തോട് ഉള്ളം തൊട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, കർത്താവേ, 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 ദൈവത്തിന് സ്തോത്രം, ഞാൻ കാഴ്ചകൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഏറ്റവും നല്ല മധ്യസ്ഥനാണ്. ഞാനിത് പറയുമ്പോൾ കാൽവരിൽ ചെറുന്ന് തങ്കച്ചോരയും കാണിച്ചുകൊണ്ട് പിതാവാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുകയാണ്. അനേക വാക്കുകൾ എനിക്കറിയാം, പക്ഷെ ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ മുട്ടുമടക്കൊണ്ട് പറയണം, കർത്താവേ വെട്ടിക്കളയരുതേ. ദൈവത്തിന് സ്തോത്രം. ശാപമരുതരുതേ. നിനക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഒരു പുതിയ വിശുദ്ധ ജീവിതത്തിന്റെ അധ്യായം ഞാൻ തുടങ്ങിക്കൊള്ളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനിക്കാവൂ നിങ്ങൾക്ക്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഞാനിതിനകത്ത് കണ്ടൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഉമ്മയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ന് പറയാമോ? ഉപസംഹാരമില്ലാത്തതായ ഒരു ഉമ്മയാണ്. അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ അവസാനിച്ചു? വെട്ടിക്കളഞ്ഞോ? പറയുന്നില്ല. ഫലം കാഴ്ച നിലനിർത്തിയോ? പറയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഓരോരുത്തരും തീരുമാനിക്കണം. നിങ്ങളുടെ കയ്യിലേക്ക്, എല്ലാവരുടെയും കയ്യിലേക്ക് ഇപ്പോൾ തരികയാണ്. ദൈവത്തിന് സ്തോത്രം. വെട്ടി തീയിലിട്ട് ചുട്ട് നിത്യനാശം നിനക്ക് നിന്റെ കുടുംബത്തിനും വരാതിരിക്കണമോ? നീ തീരുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ദൈവം അനങ്ങാതിരുന്നില്ല. വീണ്ടും അതിന്റെ ചോട് കളച്ച് മണ്ണിളക്കി വളവിട്ട് നനച്ച് വളർത്തി. ഒന്ന് കായ്ക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം പിൻവലിക്കുന്നില്ല. അനുഗ്രഹം നിറവടിയായി പകർന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദി ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ഫിഗ് ട്രീ, ബട്ട് വാട്ട് ഹാപ്പൻ ടു മീ. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകണം? ആരുടെ കയ്യിലാണ് ഇരിക്കണത്? നിങ്ങൾ പറഞ്ഞേ. ഭാവി അനുഗ്രഹപ്രദമായി ഫലം കായ്ച്ച് ദൈവം പ്രസാദിക്കുന്നതായ
ഒരു ബ്ലെസ്സഡ് ലൈഫായി മാറണമോ നീ തീരുമാനിക്കണം. തകർന്ന് തരിപ്പണമായി പോകണമോ നീ തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കുന്നു? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഈ ഉപമ അറിഞ്ഞ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു തോന്നലല്ലല്ലോ. അതുപോലെ ഹല്ലേലൂയ 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 ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നിങ്ങളെ പരിപൂർണമായും ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. മകനെ, ഇതുവരെ നീ കായ്ക്കേണ്ടത് കാച്ചില്ല, കായ്ക്കരുതാത്തത് കാച്ചുപോയി, തെറ്റുകൾ ഒത്തിരി വന്നുപോയി. ഞാനും ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തെറ്റുകാരനായിട്ട് കാൽക്കൽ വീഴുകയാണ് കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെട്ടിക്കളയേണ്ടവനാണ്, ഉണങ്ങി തീയിലിട്ട് വെന്തു പോകേണ്ടവനാണ്. എങ്കിലും കർത്താവേ, നീ ദീർഘക്ഷമയുള്ള സെക്കൻഡ് ചാൻസ് തരുന്നവനാണല്ലോ. ഇന്ന് എനിക്കൊരവസരം കൂടി തരികയാണ്, ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ, ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നലകളില്ല. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ പുതുതായി തീർന്നിരിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കേൾക്ക. നിങ്ങൾക്ക് കർത്താവിനോടൊരു വാക്ക് പറയാമോ? കർത്താവേ, പഴയതിനോട് ഞാൻ യാത്ര പറയുന്നു, പാപത്തോട് ഞാൻ യാത്ര പറയുന്നു, അശുദ്ധിയോട് ഞാൻ യാത്ര പറയുന്നു, കയ്പുള്ള ഫലത്തോട് ഞാൻ യാത്ര പറയുന്നു, വൈരാഗ്യത്തോട് ഞാൻ യാത്ര പറയുന്നു, ലൈംഗികമായിരിക്കുന്ന അതിക്രമങ്ങളോട് ഞാൻ യാത്ര പറയുന്നു, ബ്ലൂ ഫിലിമിനോട് ഞാൻ യാത്ര പറയുന്നു, ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ളതായ, യൂട്യൂബിന് അഡിക്റ്റ് ആയിരിക്കുന്നതായ ആ പൈശാചിക പ്രവണതയോട് ഞാൻ യാത്ര പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ കേൾക്കേ. അരുമനാഥന്റെ ആണിപ്പെടുത്തുള്ള കാൽപാദം വിശ്വാസത്തിന്റെ കരം കൊണ്ട് തൊട്ടുകൊട്ട് വ്യക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ ഫലം കായ്ക്കുന്നതായ ഒരു പ്രിയ പൈതലായി നിന്നുകൊള്ളാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെട്ടാനുള്ളതായ കോടാലി മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറിച്ചു കളയാനുള്ള കരം തലമേൽ വെച്ച് അനുഗ്രഹിക്കുന്ന കരമായി മാറട്ടെ. ഓരോരുത്തർക്കും ആർക്ക് അനുഗ്രഹം വേണം? നല്ല ഫലം കായ്ച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് ഉടമ്പടി കൊടുക്കുന്നവരാരെല്ലാം ഉണ്ട്. ഞാൻ നോക്കുന്നില്ല, എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. വന്നതെല്ലാം വന്നു മകനെ. കർത്താവ് നിനക്ക് രണ്ടാമത് ചാൻസ് തരികയാണ്. ഒരു പുതിയ അധ്യായം തുടങ്ങിയാണ്. പാവപ്പെട്ടതായ പാപിനിയായിരിക്കുന്ന, വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന സ്ത്രീയെ ദൈവത്തിന് സ്തോത്രം പിടിച്ചുകൊണ്ട് വന്നു. പ്രകടമായി തെറ്റ് ചെയ്തവളാണ്, വെട്ടിക്കളയേണ്ടതാണ്. പക്ഷെ കർത്താവ് ആൾക്കൊരു ചാൻസ് കൊടുത്തു. പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. മകളെ, പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. അവൾ അതുപോലെ നിന്നു കേട്ടോ. ഹല്ലേലൂയ. തീരുമാനം നിങ്ങളുടെ പക്ഷത്തു നിന്ന്, അതിൽ ജയിച്ചു നിൽക്കാനുള്ള കൃപ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന്. കർത്താവേ, സുബോധത്തോടെ ഇത് കേൾക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നു. വെട്ടിക്കളയാതെ ഇതുവരെ നീ എന്നെ കാത്തു. ഫലം കായ്ച്ചില്ല, കായ്ക്കാത്ത വൃത്തികെട്ട കയ്പ ഫലം കായ്ച്ചുപോയി, പാപം വരുന്നത് വന്നുപോയി. എന്നാൽ ഇപ്പോൾ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോരയാൽ ഒന്ന് കഴുകിത്തരണം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനൊരു പുതിയ അധ്യായം തുടങ്ങിക്കൊള്ളാൻ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ പ്രസാദിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഇന്നു മുതൽ ഞാൻ തുടങ്ങുമെന്ന് തീരുമാനിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെല്ലാം ഉണ്ട്? കർത്താവ് കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാനും കാണുന്നില്ല, മറ്റാരും കാണുന്നില്ല. ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുമെന്ന് വ്യക്തമായി ദൈവത്തോട് ഉടമ്പടി പറയുന്ന ആരെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, അവര് മാത്രം ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. ശാപം അനുഗ്രഹമായി മാറട്ടെ, ശാപം അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കോടാലി മാറിപ്പോകട്ടെ, അനുഗ്രഹം നിറപടിയായി ചൊരിഞ്ഞു വരട്ടെ. വെട്ടാൻ വന്ന കരം തലമേൽ കരം വെച്ച് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം തീരുമാനിച്ചു? ദൈവത്തോട് ഉടമ്പടി പറഞ്ഞ് ഇന്നു മുതൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു കൊള്ളാം, ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥന ജീവിതം തുടങ്ങിക്കൊള്ളാം, ഇന്നു മുതൽ ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞു കൊള്ളാം, ഇന്നു മുതൽ ഞാൻ മാതാക്കന്മാരെ അനുസരിച്ചു കൊള്ളാം, ഇന്നു മുതൽ ഞാൻ ബൈബിൾ വായിച്ചു കൊള്ളാം, ഇന്നു മുതൽ ഞാൻ ഒരു വിശുദ്ധ ജീവിതം തുടങ്ങിക്കൊള്ളാം. തീരുമാനിച്ചവരുണ്ടോ? ഹല്ലേലൂയ 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 പറഞ്ഞ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ നിറഞ്ഞ പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ വാസ്തവമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നതിനാൽ സ്തോത്രം. അവരെ അനുഗ്രഹിക്കാനായി കരം നീട്ടിയതിനായി നിന്നെ സ്തുതിക്കുന്നു. കരങ്ങളെ താഴ്ത്തിയിടുക. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളുടെ തലമേല് ആ കരം വെച്ച് അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ, അനുഗ്രഹിച്ച് കാക്കണമേ, മഹത്വം തിരുമേനി എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലുമാറാകണമേ.
ആമേൻ.